ഞാൻ നിന്നിക്ക. ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ടൊരു പിക്കിൾ ഉണ്ടാക്കി നോക്കിയാലോ? പൊതുവെ ബീട്രൂട്ട് ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ കഴിക്കാൻ. എന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ, എന്തായാലും ഇഷ്ടപ്പെടും. ബീട്രൂട്ട് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ നൈസായിട്ട് അരിയാൻ പാടില്ല, ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ ബീട്രൂട്ടും അരിഞ്ഞതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഞാനിവിടെ ഒരു 12 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ വേറെ എരിവ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ചു എരിവ് വേണം ഈ ഒരു പിക്കിളിന്. അതുകൊണ്ട് ഒരു 12 പച്ചമുളകോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഈ ഒരു ബീട്രൂട്ട്. അധികം നേരം വേവിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പിക്കിളിന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. 2 ദിവസമൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്.